ഇതിലൊക്കെ താടാ ഗിഫ്റ്റ് മതിയോ? ആ ചെയ്യാ. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാം. എന്താ ഇത് ആണല്ലേ? കാര്യത്തിലേക്ക് പോവാ, അല്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റർബൻസ് ആവും. ഗൈസ്, അപ്പം എന്തായാലും ഇന്ന് നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് ദിവസം മുന്നേ കുറെ പേർ കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു അൺബോക്സിങ് കഴിഞ്ഞിട്ട് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പേ നമുക്ക് ഈ ഒരു അൺബോക്സ് ചെയ്യാം. ഓക്കെ, എവിടെ സാധനോട് എനിക്ക് അതെ 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 നമ്മുടെ അമൃത ചേച്ചി തന്നെയാണ്. മറ്റേ കഴിഞ്ഞ ലെറ്റർ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെ 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 ആണല്ലേ? അടിച്ച് പൊട്ടി അല്ലേ? അത് തുറന്നു നോക്കിയാ പോരെ, എന്തിനാ ഇങ്ങനെ നോക്കണേ? അടങ്ങ് 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 ഇപ്പൊ ഒരാള് പൊട്ടിക്ക്. ആ ഇനി തരാം ഞാൻ നിനക്ക്. ആ ലെറ്റർ 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 വായിച്ചു. ലെറ്റർ വായിക്കും. എനിക്ക് വെയിറ്റ് ചെയ്യാം, അതിന് ലെറ്റർ വായിക്കട്ടെ. ആണോ? ഗിഫ്റ്റ് നിന്റെ പേരിലാണെങ്കിലും നിനക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല. നിന്റെ പരാതി തീരട്ടെ എന്ന് കരുതി ബർത്ത്ഡേയുടെയും യൂട്യൂബിൽ നിന്ന് 600K സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട മക്കളെ കുഞ്ഞ് ചേച്ചിയുടെ ഭാഗം ഒരു കുഞ്ഞ് സ്പെഷ്യൽ ഗിഫ്റ്റ്. പുതിയ ഷർട്ട്. അതില് ഇത് ഇങ്ങനെ കയ്യില്ലേ ഇങ്ങനെ എന്തോ ഷർട്ടോ? ഓ അതെന്താ? അത് തിരിക്ക്. ഓ എന്റെ ദൈവം, കൊള്ളാം. പിന്നെ ഒരു ഷർട്ട് വന്ന് ഷർട്ട് അല്ല 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 അത് എനിക്ക് അത് കറക്റ്റ് അത് ഇല്ല ഇല്ല ഞാൻ ചേർക്കും, അത് കുഴപ്പമില്ല. അയ്യേ അപ്പം എന്തായാലും കുറച്ച് പേർക്കും കൂടി നമ്മള് ഗിഫ്റ്റും കാര്യങ്ങളും പല ദിവസം വന്നായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ അതൊക്കെ പോയത് കണ്ടോ. ഗൈസ്, അപ്പൊ നമ്മളെ കാണാൻ വേണ്ടി 2 സബ്സ്ക്രൈബർ ഡാഡി. പേരെന്താ? ചേട്ടനെന്താ? എവിടെ റാസിക് ടി വി ഒക്കെ ആണല്ലേ? ഉറക്കത്തിന് ഇപ്പൊ ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്താ വാങ്ങണേ. വരച്ചതാ? വരച്ചാണോ? ഓ കൊള്ളാം കൊള്ളാം. ഇവിടെ ഊട്ടി 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 ഊട്ടി. ഓ ഓ സീൻ. താങ്ക് യു സോ മച്ച്. ആരെയൊക്കെ വിളിക്കാൻ പോകുന്നു കൂട്ടുകാരികളായിരിക്കും. ബൈ ബൈക്ക് അപ്പൊ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബർ വന്നിട്ട് ഓട്ടോഗ്രാഫ് ചോദിക്കുന്നത്. അത് ഇവിടെ വന്നിട്ടുള്ള കാര്യം കേട്ടോ. കൊമ്പാച്ചനാണ് ഫസ്റ്റ്. കൊമ്പാച്ചൻ ഫസ്റ്റ് എന്തോ എഴുതുന്നു നോക്കട്ടെ നോക്കട്ടെ. കൊമ്പാച്ചൻ ഇതെന്ത് എഴുതി പഠിക്കാൻ വേണോ? എന്താ എഴുതണേ? പേരെഴുതാനല്ല ഒപ്പിടാനാ പറഞ്ഞേ. ഫോട്ടോഗ്രാഫ് ഒപ്പാണ്. ഫോട്ടോഗ്രാഫിൽ മറ്റേ ഇത് ഡയലോഗ് എഴുതും, അതറിയില്ലേ? പക്ഷേ ഡയലോഗ് ലവ്ലി KMC കൊമ്പരുന്നത് ഇതാണ് ഓട്ടോഗ്രാഫ്. മറ്റേ 10 കഴിയുമ്പോ സെന്റ് ഓഫിന് വരുന്ന ഓട്ടോഗ്രാഫില്ല. MA പഠിച്ചാലും BA പഠിച്ചാലും എന്നെ മറക്കരുത്. പണ്ട് നമ്മൾ വലുതായി തിരിച്ച് ബെൻസ് കയറുന്ന അതൊക്കെ നീ പഠിച്ചു വലിയൊരു നിലയിലെത്തപ്പോ അതിലൊരു നിലയിലേക്ക് അടുത്ത ടോക്കിയോയുടെ ബുക്കിലേക്ക് കടന്നു കാണിക്കും. പിന്നെ നിന്റെ ഒപ്പ് ഇട്ടിട്ട് എന്ത് കാര്യം? ഇത് പൊട്ടയാട്ടോ. ഒപ്പ് റിവീൽ ചെയ്യില്ല. ഒപ്പാണ് അതൊക്കെ. ഇതൊക്കെ ബാങ്കിൽ കാശൊക്കെ എടുക്കാൻ. പിന്നെ ഇത് ബാങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് തന്നെ എടുക്കാൻ. വാസ്കോ അയ്യോ വാസ്കോക്ക് എഴുതാറിയില്ല, തമ്പുണ്ടാ. വാസ്കോ പ്രസിംഗ്
ഈ വാസ്കോ ഒളിച്ചിരുന്നിരുന്ന് നോക്കട്ടെ എന്ത് എഴുതുന്നത് തട്ടല്ലേ ചിന്നു കൊടുക്കണേടാ ചിന്നു പറയ കിടക്കുന്നത് എന്ത് നവനീത് അവനു ഓ കൊള്ളാടാ നൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ വാസ്കോന്റെ സാധനം എല്ലാരും വീഡിയോ കാണില്ല ആരെങ്കിലും കോപ്പി അടിച്ച് പണി തരും. അടുത്ത ചിന്നു ചിന്നു ഇല്ല. എന്താ ഇത് ഒരു മണ്ണിലേക്ക് ഇതൊരു പുട്ടൂറ്റിന്ന്. എടുക്ക് എടുക്കാനാണ് പിന്നെ എന്റെ ഒപ്പം ഒന്ന് കാണാൻ നമുക്ക് താല്പര്യം സ്റ്റഫ് ഓൺ മൈൻഡ് മൈ ഹോട്ട് ഷോട്ട് നെയിം എല്ലാരുണ്ട്. ഫോക്കസ് അല്ലേ നീ എന്തി കാണിക്കുന്നത് Thank you. ഇത് വേണമെങ്കിൽ നിങ്ങൾ കോപ്പി എടുത്തോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകരിക്കും അത് ഞാൻ എഴുതിയിട്ട് കാണിച്ചു നീ മാറി ഒളിച്ചിരുന്നിടാൻ പോകുന്നു നിക്ക എന്നെ കൂടി വിളിക്കും ഞാനും വരും പോടാ ലൗലി നൗഫലിക്ക ലൗലി നൗഫലിക്ക കൂടെ എഴുതാന്ന് ചോദിച്ചപ്പോ അവര് ഇറങ്ങുവന്ന് ഇയാളൊക്കെ എന്തിനാ ടാറ്റ തന്നെ പൊക്കൂടെ Many months later. ഇവിടെ വന്നപ്പോ ഞാൻ നോക്കുമ്പോ മൈക്കിൽ ഉമ്മയും വെച്ചോണ്ടിരിക്കുന്നത് ഇതെന്താ ഇവിടെ ഇതെന്താ എന്നാ നീ പോയി ചെയ് നീ എന്തിനാ ഞങ്ങളെ വിളിക്കുന്നേ നിങ്ങളുണ്ടോ നീ കൊടുത്ത് കയറി വന്ന് നിങ്ങള് ഇതെന്തൊരു തേങ്ങ എന്തിനാ ഒപ്പിടാൻ ഒപ്പിടാൻ പറഞ്ഞ ഒപ്പിടാ 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 അങ്ങനെ വെറുതെ കേറി കിടന്ന അവന്റെ മേത്തേക്ക് അത് ഇത് എന്റെ ഒപ്പ് ഇത് ചായന്റെ ഒപ്പ് എന്താ പേന ഒപ്പിടുന്നില്ല അവര് 3 ദിവസം 3 ട്രിപ്പ് അടിച്ചു പൊളിച്ചു വന്ന് എനിക്ക് എവിടെയെങ്കിലും പോകണം എനിക്കും പോണം എനിക്ക് എവിടെയെങ്കിലും പോയേ മതിയാവും എനിക്കും പോണം സിനിമ ഇറങ്ങിയിട്ടില്ല നമുക്ക് എന്തേലും പോയാൽ മറ്റേ ആദിവലിയുടെ മറ്റേ പടമുണ്ട് മറ്റേ വലിയ ട്രിപ്പ് ഒന്നും പറയണ്ട അത് നടക്കൂല ഇത് വേണമെങ്കിൽ ഒരു സിനിമയൊക്കെ ആണെങ്കിൽ ഓക്കെ ഇനി ഒപ്പിട്ടിട്ട് ഇത് എന്ത് ഇതിന് ഇത് പിടിച്ചിട്ട് നീ അങ്ങ് പോണം ഇത് പിടിച്ച മോൻ മോൻ പിടി ഇത് ചെയ്തിട്ടുണ്ടല്ലോ മറ്റേ പാവങ്ങളുടെ വടി ഒട്ടിച്ചു ഒന്നും അവൻ ചെയ്തല്ലേ ഇതിനകത്ത് പുള്ളി ഞാൻ ചെയ്ത് തന്നെയാണ് അവൻ ആകെ ഒപ്പിടാൻ മാത്രം മതി കൊള്ളാം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് കണ്ടോ സ്റ്റൈൽ നിങ്ങൾ കാണുന്നില്ല ഇല്ല വടിയല്ലേ ഇത് പൂച്ചണ്ടാ പപ്പായ മരം ഇനി ഇത് പിടിച്ചോണ്ട് നിക്കണം ഫ്രണ്ടിലേക്ക് വേണം നമ്മള് ബാക്കില് ലോകമുണ്ട് അഡ്വാൻറ്റേജ് റോട്ടിലേക്ക് ഇറങ്ങണം നിന്നൊക്കെ MBD പിടിക്കൂടാ ചെക്കന്മാർക്ക് വട്ടാണ് തലേ പിടിക്കാൻ ഇതെന്ത് സഞ്ചിയാ അവിടെ ചെല്ലുമ്പോ എനിക്കറിയാം എന്തായാലും ഇവന്മാരെ രണ്ടുപേരും കൂടി ഇക്ക ചവിട്ടിക്കൂട്ടി പുറത്താക്കും ഞാൻ ബാക്കി വ്ളോഗ് എടുക്കുന്നോണ്ട് ക്യാമറ താഴെ പോകുന്നവരെ ഞാൻ എസ്കേപ്പ് എന്റെ ഒപ്പുണ്ട് ധീര വാസ്കോ ധീരതയോട് നയിച്ചോളൂ ഞങ്ങൾ ആരും പിന്നിലില്ല ധീര വാസ്കോ ധീരതയോട് നയിച്ചോളൂ ആണല്ലേ നമുക്ക് ആദ്യം വേറൊരു വനിതാ സ്ത്രീക്ക് 3 ദിവസം ട്രിപ്പ് പോയ നമ്മളവിടെ കൊണ്ടുപോയില്ല ഞങ്ങൾക്ക് അതിനുള്ള സ്ട്രൈക്കാണ് ആണല്ലേ ആ എല്ലാരും ഇരുന്ന് ചെയ്യും അവൾക്ക് വായിക്കാൻ അറിയാം നീ മലയാളത്തിൽ പറഞ്ഞു കൊടു ഇവരിതൊന്നും വായിച്ചിട്ടില്ലെന്ന് പറഞ്ഞു കൊടുങ്ങോട്ട് വാസ്തവയ്ക്കൊക്കെ എന്തോ പറയാനുണ്ടെന്ന് അല്ല നമുക്ക് വടിയൊക്കെ ഇരിക്കുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോ എന്തിനും അകത്തേക്ക് കയറണേ
ഇത് എന്റെ ഇരുന്നല്ലേ അല്ല കവർ മുഖം മറിക്കാനല്ലല്ലോ കൊണ്ടുവന്ന്. ഇത്ര കൂട്ടി കേട്ടാ. ഇതെല്ലാം ഇവര് ഫേക്ക് ഒപ്പൊക്കെ ഇട്ട് വന്നിരിക്കും. ലാസ്കോയും ബക്കറിയും പിന്നെ പൊത്തിപ്പിടിക്കുന്നതിന് ഇത് നിങ്ങളല്ലേ? ഒരു വെള്ള പേപ്പർ കൊമ്പൻ വെള്ള പേപ്പർ മേടിച്ചിട്ട് ഞങ്ങളെ ഒപ്പം മേടിച്ചോണ്ട് പോയി. പഠിച്ചു പൊളിച്ചു വന്ന് എനിക്ക് എവിടെയെങ്കിലും പോകണം. എനിക്കും പോണം. എനിക്ക് എവിടെയെങ്കിലും പോയേ മതിയാവും. ചെപ്പ് മാത്രം മേടിച്ചിട്ട് പോയി. വേറെ ഒപ്പം കൂടെ വേണം. എന്തോ കാണിക്കാൻ ശരിയാക്കാന്ന് പറഞ്ഞ് കയറി ചെന്നല്ലേ? ഞാൻ അതുവരെ പറഞ്ഞില്ലോ. അതൊക്കെ അതേ കടി കൊണ്ട് കഴിക്കണ്ട. എന്തിനാ സ്ട്രൈക്ക് എന്നൊക്കെ പിന്നെ കടിയൊക്കെ തിന്നിട്ട് ആലോചിക്കാം അല്ലേ മാസ്റ്റർ? അതെ സമരക്കാർ ഭയങ്കര ടയർഡായി. ഒരു ചായ അത് കഴിക്കാനെന്താ സമരം. ഇന്ന് വാടോ കടിയുടെ ഡോമിന്റെ സ്ലോഗൻ എന്താണെന്നറിയോ? ഓ എന്റെ മോനെ ചായ കുടിക്കാൻ പോണ കോസ്റ്റ്യൂം ഉണ്ടോ? സ്ട്രൈക്ക് എന്താ നവനീത് കൊറേ ഉണ്ടല്ലോ. ഇതാരുതാ? അത് KMC കൊമ്പൻ. ഒരെണ്ണം കൂടി ഇടാൻ പറഞ്ഞാ അറിയൂല. ഒരു പിന്നെ 500 രൂപ അങ്ങോട്ട് തരും. ബാക്കി വിഷയം എന്താന്ന് പറയാ. കൂടി പോവോ? ഓ ഇതിനകത്തിട്ടാ ഉണ്ടാവത്തേനുള്ള ഇതാണ്. ഇത് മറ്റേ ഓ ഫണ്ടിങ് ഒന്നും ഇല്ലെന്നേ. ഇത് നമ്മളെ കൂട്ടാതെ ഒരു ദിവസം പോയില്ലേ? നിന്റെയൊക്കെ കൂട്ടിക്കാണ് നഷ്ടമാണ്. ഫുഡ് ക്യാമ്പുള്ള സോറി സ്ട്രീം ഹൗസിലുള്ളവർ മാത്രം ആണോ? അപ്പൊ നമുക്ക് അടുത്ത സ്ട്രൈക്ക് ആയിട്ട് വരാം. ഇത് കഴിയട്ടെ. എന്നാ ബൂട്ട് ക്യാമ്പിലുള്ള ഒരു സ്ട്രൈക്ക് മണാലി പടയിലും കാണിക്കാൻ നല്ല പടം തന്നെ വെച്ച്. ആസിഫ് അലിയുടെ പുതിയ പടം. അത് ഇവിടെ നമ്മളെ വിളിച്ചില്ലല്ലേ? ഇത് ഞങ്ങള് പോകാനുള്ളേ കപ്പത്തണ്ടൊക്കെ വെച്ച് ഭയങ്കര റയറ് സാധനം ഇത്. വാ പോവാ. ഓക്കെ അപ്പം വാ റെഡിയാവാ. എവിടെയോ പോവാൻ പോണം. എവിടെ പോണം? സ്പീക്കർ കോണാക്കി സ്പീക്കറൊക്കെ വെച്ച് നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അതിനെന്തിനാ ഡ്രസ് മാറി വന്നിരിക്കുന്നു? ഇപ്പഴേ അങ്ങ് തുടങ്ങിയാ പോരെ? ഇതെന്നാ സ്പീക്കറൊക്കെ ആക്ച്വലി ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തൊരു പടത്തിന് റാഷി കാണിച്ചു കൊടുത്ത 9 പേർക്കുള്ള ടിക്കറ്റ്. അപ്പൊ ഞങ്ങളില്ലേ? അല്ല താനെന്തിനാ ഇതൊക്കെ കീറിക്കളാണ്? താനെന്തോ സ്ട്രൈക്കിന്റെ നേതാവ് അങ്ങനെ എന്തോ അല്ലായിരുന്നോ? വാസ്കോ അപ്പൊ എടാ ഡിസ്റ്റർബൻസ് ചെയ്യാതെ മാറി പോയി റെഡി ആയിക്കില്ലേ? ഞാൻ ഇപ്പൊ പോകും. ആണല്ലേ? അപ്പൊ റെഡി ആയിട്ട് വരാം. നമ്മുടെ വണ്ടി വന്ന് അവരെല്ലാരും നേരത്തെ പൊക്കളഞ്ഞ് മഴയായോണ്ട് നമ്മൾ വണ്ടി പോവാന്ന് വെച്ചാൽ അതെ എനിക്ക് വണ്ടി പോകാനായിരുന്നു ഇഷ്ടം. പക്ഷെ നീ നന്നിട്ട് എന്തിനാ അങ്ങോട്ട് മാറാം. സോറി വണ്ടി വളയ്ക്കാൻ വേണ്ടി. അപ്പൊ എന്തായാലും നീ ക്ലോസ് ചെയ്താലും അത് ക്ലോസ് ആവും. അങ്ങനെ ഞങ്ങൾ പതിവ് പോലെ താമസിച്ച് വീണ്ടും തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ എത്തിയപ്പോഴാണ് തലവനാണെന്ന് അറിയുന്നത്. ഇല്ല 35-നാണ് സിനിമ തുടങ്ങത്തുള്ളൂ. നമ്മൾ 32 എത്തി. ഓക്കെ ഗൈസ്, അപ്പൊ വളരെ ഇന്ന് ഭയങ്കര നേരത്തെയാ. ഇന്ന് ഭയങ്കര നേരത്തെയാണ് ഗൈസ്. വാസ്കോയ്ക്ക് ഭയങ്കര സങ്കടം ഗൈസ്. പുറത്തെ കടലകത്ത് കയറ്റൂല എന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, വാസ്കോ പിണങ്ങി ഗൈസ്. അപ്പൊ ഇന്റർവെല്ലായി. എങ്ങനെ ഉണ്ടായിരുന്നു കഥ? ഇൻട്രസ്റ്റിംഗ് ആണ്. ബാക്കിയുള്ള കണ്ടതില് കൊള്ളാം. ഇതുവരെ കണ്ടതില് കൊള്ളാം. ഇതുവരെ കണ്ടതില് കൊള്ളാം. കുറച്ച് ക്യൂരിയോസിറ്റി ബിൽഡ് ബാക്കിയോട് എല്ലാരും പോയി ഗൈസ്. പോപ്കോൺ
പോപ്കോൺ കഴിച്ചു കഴിഞ്ഞല്ലോ ഇനി എന്ത് പോപ്കോൺ പിന്നെ എന്തായാലും ഇതില് തിന്നാൻ തിന്നാൻ കിട്ടില്ലല്ലേ അപ്പൊ ഇനി എങ്ങനെയുണ്ടായിരുന്നു അമ്മച്ചാ? കൊള്ളാല്ലേ? ഇതൊന്നും ഉറങ്ങി നീച്ചെന്ന് ഞാൻ സിനിമ കാണുമ്പോൾ ഉറങ്ങാറൊന്നുമില്ല. അല്ല അവനെപ്പോഴും ഉറങ്ങിയെന്നറിയാമോ? അവനെ കയ്യിലിരിക്കുന്ന തിന്നാനുള്ള സാധനം തീർന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പോപ്കോൺ തിന്നാൻ വേണ്ടിയിട്ട് സിനിമ കാണാൻ അതെ പോപ്കോൺ വേണ്ടി വന്നാൽ അതിനും വരും അതിന് വേണ്ടി മാത്രം മതി വരുന്നത്. പിന്നെ എന്തായാലും അപ്പൊ പടം എല്ലാം കണ്ടിറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നല്ലേ? കൊള്ളാവോ? ക്യൂരിയോസിറ്റി ഉള്ളി നീ ചത്തോ? ലാസ്റ്റത്തെ ഒരു ഭാഗം എനിക്ക് കണക്ട് ആയില്ല. എനിക്ക് കണ്ടായി പക്ഷെ ഇതിങ്ങനെ കഥ ഇങ്ങനെ പോയി. അതെ അതെ അതെ. അപ്പൊ എന്താ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു കേസ്. ബാക്കി എല്ലാരും പുറത്തേക്ക് പോയി. എങ്ങനെ ഉണ്ടായിരുന്നു പടം? സിനിമ ഇറങ്ങി കുറെ ദിവസമായി, ഇപ്പോഴാണ് റിവ്യൂ എടുക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല സിനിമ, നമ്മളെ ചിന്തിപ്പിക്കുന്ന സിനിമ. കോട്ട് കഴിഞ്ഞപ്പോഴേ കോട്ടുമായിട്ട് ഞാൻ നോക്കിയപ്പോഴേ ഡോമ് പോട്ടുകൊണ്ടിരിക്കുന്നു. വാസ്കിങ് വന്നു, അതങ്ങ് എടുത്ത് മടി വെച്ച് ഫസ്റ്റ് സീൻ അങ്ങനെയായിരുന്നു കേസ്. അപ്പൊ ഇനി എന്തായാലും നേരെ പൂക്കാൻ പറ്റും. അപ്പൊ നമ്മള് മൂവിയൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോ ഒത്തിരി ലേറ്റ് ആയി, അതുകൊണ്ട് ഇന്നലെ ഔട്ട്ഡോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഗൈസ്, ലവ് യു, ടാറ്റാ.